കണ്ണൂരിൽ ഒരു കാരണവശാലും മത്സരിക്കാൻ സമ്മതിക്കില്ല എന്ന അവസ്ഥയാണ് ഇപ്പോൾ കെ സുധാകരന്. കണ്ണൂരിൽ കെ സുധാകരന് മമ്പറം ദിവാകരൻ വക തന്നെ പണികൾ തുരുതുര വന്നുകൊണ്ടിരിക്കുന്നു. 4 വോട്ടുകൾ പിടിച്ച് എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് ചടങ്ങൊന്ന് തീർക്കാൻ നോക്കുമ്പോൾ ഒന്നിനു പിറകെ ഒന്നായി വരുന്നു പണികളും കുത്തിത്തിരിപ്പുകളുമെല്ലാം. ഈ മമ്പറം ദിവാകരന്റെ കോൺഗ്രസിൽ നിന്നുള്ള പുറത്താകലിന് കാരണമായത് മമ്പറം സഹകരണ ആശുപത്രി സംഘത്തിന്റെ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. മമ്പറം എതിർത്തു നിന്നു എന്ന കാരണത്താലാണ് കെ സുധാകരൻ അന്ന് മമ്പറത്തെ അട്ടിമറിച്ച് തോൽപ്പിച്ചത്. എന്നിട്ട് തന്റെ വിശ്വസ്തനായ KP സാജുവിനെയും പാനലിനെയും മമ്പറം സഹകരണ ആശുപത്രിയുടെ സഹകരണ ഭരണസമിതി അംഗമായും അതിലൂടെ പ്രസിഡന്റായും കെ സുധാകരൻ നിയോഗിച്ചു. ഇതോടെ മമ്പറം ദിവാകരൻ പാർട്ടിക്ക് പുറത്തുമായി. എന്നിട്ട് സുധാകരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നറിഞ്ഞപ്പോൾ മമ്പറവും പ്രഖ്യാപിച്ചു താൻ സുധാകരനെതിരെ മത്സരിക്കുമെന്ന്. തന്റെ അണികളോട് നീതി പുലർത്താൻ വേണ്ടി സുധാകരനെ തോൽപ്പിക്കുമെന്ന്. അതൊന്ന് സോൾവ് ചെയ്യിക്കാൻ കെ സുധാകരൻ പഠിച്ച പണി 18 പുറത്തെടുക്കേണ്ടി വന്നു. എന്നിട്ട് ഇപ്പോഴത്തെ സുധാകരന്റെ വലം കൈയായ ആശുപത്രി സംഘം പ്രസിഡന്റ് അവസ്ഥ എന്തായി? KP സാജുവിനെ സഹകരണ ചട്ടങ്ങൾ ലംഘിച്ചതിന് മമ്പറം കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സഹകരണ സംഘത്തിന്റെ ഭരണസമിതി അംഗത്വത്തിൽ നിന്നും അയോഗ്യത കൽപ്പിച്ച് കണ്ണൂർ ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ട് കഴിഞ്ഞു. അങ്ങനെ സുധാകരന്റെ നോമിനി ആശുപത്രി പ്രസിഡന്റും തെറിച്ചു. അങ്ങനെ മമ്പറം ദിവാകരന്റെ പകരം വീട്ടലും ഒരു പരിധിവരെ നടക്കുകയും ചെയ്തു. KP സാജു തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സംഘം നടത്തുന്ന ആശുപത്രി, സ്കാനിംഗ്, എക്സ്റേ തുടങ്ങിയ ബിസിനസിന് സമാനമായ ബിസിനസ് ഡിനോവ മൾട്ടി സ്പെഷ്യാലിറ്റി ഹെൽത്ത് കെയർ എന്ന സ്ഥാപനത്തിലൂടെ പാനൂരിൽ KP സാജു നടത്തുന്നു എന്ന് വ്യക്തമായ തെളിവുകൾ സഹകരണ വകുപ്പിന് ലഭിക്കുകയും ചെയ്തു. അതുതന്നെയാണ് സാജുവിനെ അയോഗ്യനാക്കാനുള്ള പ്രധാന കാരണവും. ഈ സ്ഥാപനത്തിന്റെ മാനേജിംഗ് പാർട്ണർ KP സാജു ആയിരുന്നെന്നും സ്ഥാപനം 2023 ജൂൺ മാസം വരെ പ്രവർത്തിച്ചിരുന്നുവെന്നും കണ്ണൂർ ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർക്ക് പരിശോധനയിൽ തെളിവുകളടക്കം ബോധ്യവുമായി. ഇത് സംബന്ധിച്ച രേഖകളെല്ലാം തെളിവായി സഹകരണ വകുപ്പ് അധികൃതർ കൈമാറിയിട്ടുമുണ്ട്. ഇതോടെയാണ് KP സാജുവിനെ അയോഗ്യനാക്കി ഉത്തരവിട്ടത്. മമ്പറം കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ സഹകരണ സംഘം പ്രസിഡന്റായിരിക്കെ KP സാജു സമാന്തരമായി മറ്റൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് നടത്തിയതാണ് ഇപ്പോൾ വിനയായത്. എന്തായാലും KP സാജുവിന്റെ ഈ പുറത്താക്കൽ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരന് നല്ലത് മാത്രം വരുത്തില്ല എന്നുറപ്പ്. മമ്പറത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ സുധാകരൻ രംഗത്തിറക്കിയ KP സാജു അയോഗ്യനായത് തെരഞ്ഞെടുപ്പ് രംഗത്ത് സുധാകരനെതിരെ എതിരാളികൾ പരമാവധി വിനിയോഗിക്കുമെന്നുറപ്പ്. ഇടത് സ്ഥാനാർത്ഥി MV ജയരാജനെ നേരിടുക എന്നതിനപ്പുറം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്ന എതിർപ്പുകളെ നേരിടുന്നതാണ് സുധാകരൻ ഇപ്പോൾ ഏറ്റവും വലിയ വിനയായി മാറിയിരിക്കുന്നത്.